ഒന്നര വർഷത്തിലധികമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ മെനക്കെടാത്തതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഭൂരിഭാഗം ജനങ്ങളും രംഗത്തു വന്നുകഴിഞ്ഞു. ബന്ദികളെ തിരിച്ചെത്തിക്കാൻ പോലും തയ്യാറാകാത്ത നെതന്യാഹു രാജിവെച്ച് പുറത്തുപോകണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഗാസയിലെ സാധാരണക്കാരായ 50,000-ത്തിലധികം വരുന്ന സാധാരണക്കാരെ കൊന്നൊടുക്കിയ നെതന്യാഹു ഹിറ്റ്ലറേക്കാൾ വലിയ ഭീകരനായി ചിത്രീകരിച്ചും തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം നിർത്തിയാൽ നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷ തന്നെയാകുമെന്ന് അദ്ദേഹത്തിന് തന്നെ നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ പോലും ആക്രമണം അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ രാത്രി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് യമനിൽ നടത്തിയ വ്യോമാക്രമണത്തിലും നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. ശക്തമായ തിരിച്ചടിക്ക് കാത്തിരുന്നുകൊള്ളാൻ ഹിസ്ബുള്ളയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു. കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്നതിനാൽ ഇനി യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ച് നെതന്യാഹുവിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ അതിനു മുമ്പ് തന്നെ നെതന്യാഹുവിനെ ജയിലിൽ ആക്കാനുള്ള പദ്ധതി കൂടെയുള്ളവർ തന്നെ ഒപ്പിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടി തുടങ്ങിയാൽ നെതന്യാഹു ഇനി പുറം ലോകം കാണില്ലെന്നും ഉറപ്പായിരിക്കുകയാണ്. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ഖത്തർ ഇടപെടൽ നടത്തിയെന്നാരോപിച്ച് ഖത്തർ ഗേറ്റ് എന്നറിയപ്പെടുന്ന അഴിമതിയുടെ ഊരാക്കുടുക്കിലാണ് ഇപ്പോൾ നെതന്യാഹു ചെന്നുപെട്ടിരിക്കുന്നത്. യൂറോപ്പിനെ തന്നെ പിടിച്ചുകുലുക്കിയ അഴിമതി കേസാണ് ഖത്തർ ഗേറ്റ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുൻ മുഖ്യ സഹായി എലീസർ ഫെൽസ്റ്റീഡാണ് അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾ. വിദേശ മാധ്യമങ്ങൾക്ക് രഹസ്യരേഖകൾ ചോർത്തി നൽകിയതിനും തെറ്റായ വിവരങ്ങൾ തടയുന്നതിൻ്റെ മറവിൽ നെതന്യാഹുവിൻ്റെ സ്വന്തം അനുമതിയോടെ ഉന്നതതല സർക്കാർ ഓഫീസുകളിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയതിനും 2024 നവംബറിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിൽ ഫെൽസ്റ്റീൻ്റെ ഖത്തർ അധികൃതരുമായുള്ള ബന്ധങ്ങളും വെളിപ്പെട്ടിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ഗാസ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഖത്തറിൻ്റെ അസാധാരണമായ പങ്ക് എന്ന ആശയം സജീവമായി പ്രചരിപ്പിക്കാൻ ഫെൽസ്റ്റഡ് തൻ്റെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുവെന്നാണ് പറയുന്നത്. 2024 ഇസ്രായേൽ സുരക്ഷാ സേന ഫെൽസ്റ്റഡിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഖത്തറുമായുള്ള കരാർ അവസാനിപ്പിച്ചത്. കേസിലെ മറ്റ് വ്യക്തികളായ യോനാഥൻ ഊറിച്ച്, സുറൂലിക് ഐൻഹോൺ എന്നിവരോടൊപ്പം ഫെൽസ്റ്റൈനും അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നുവെന്നും ഖത്തറിനെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെയും അതിനപ്പുറമുള്ള മറ്റ് ഇസ്രായേലി പങ്കാളികളും കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഇസ്രായേലിൻ്റെ ബാക്ക് ചാനൽ നയതന്ത്രത്തിൻ്റെ ഭാഗമായി മാത്രം കണക്കാക്കപ്പെടുമായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഹമാസുമായുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായതും അന്വേഷണം നേരിടേണ്ടി വരുന്നതും അന്നു മുതലായിരുന്നു. ഹമാസുമായുള്ള ചർച്ചകളിൽ ഖത്തറിൻ്റെ നിഷ്പക്ഷ ശക്തി അതിശയോക്തിപരമായിരുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നതാണ്. ഹമാസിൻ്റെ രാഷ്ട്രീയ ഓഫീസ് സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്ന ഖത്തറിൻ്റെ തീരുമാനം നയതന്ത്ര തീരുമാനമായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചുള്ള അന്വേഷണമായി ആരംഭിച്ചത് ഉടൻ തന്നെ പുതിയ വിവരങ്ങൾ ശേഖരിക്കുകയും ഖത്തർ ഗേറ്റ് എന്ന അഴിമതിക്കൊപ്പം ചേർത്ത് വായിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ രാജി ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ ഉന്നത നേതൃത്വത്തിന് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഈ പേര് സൂചന നൽകിയിട്ടുണ്ട്. എന്നാൽ അഴിമതികളിൽ ഉൾപ്പെട്ടവർ ഒരു പോരാട്ടവുമില്ലാതെ കീഴടങ്ങുന്നില്ല താനും. അന്വേഷകരുടെ അഭിപ്രായത്തിൽ സൈനിക സെൻസർഷിപ്പ് മറികടന്ന് വിദേശ മാധ്യമങ്ങൾക്ക് രഹസ്യരേഖകൾ കൈമാറുന്നതിലും ഉന്നതതല സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിലും ഫെൽസ്റ്റൈൻ പങ്കാളിയായിരുന്നു. ഇസ്രായേലിൻ്റെ വിദേശ ആഭ്യന്തര നയങ്ങളെക്കുറിച്ചുള്ള വ്യാജ വാർത്തകളെ ചെറുക്കാൻ ഈ രീതി ശ്രമിച്ച നെതന്യാഹുവിൻ്റെ അനുമതിയോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അന്വേഷണം വികസിപ്പിച്ചപ്പോൾ കാലക്രമേണ സംശയിക്കപ്പെടുന്നവരുടെ എണ്ണം 5 വർദ്ധിക്കുകയും അവരിൽ മിക്കവരും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധവും നെതന്യാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായിരുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. ഖത്തറിന് ഹമാസുമായുള്ള അടുത്ത ബന്ധം കണക്കിലെടുക്കുമ്പോൾ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന കണക്കുകളെക്കുറിച്ചുള്ള ഈ പുതിയ വിവരങ്ങൾ ഇസ്രായേലി പൊതുജനങ്ങളെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ ഭീഷണിയുടെ യഥാർത്ഥ വ്യാപ്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലി ഉന്നതർക്കിടയിൽ പലരും ഫെൽസ്റ്റൈൻ കാര്യം മുതലെടുക്കാൻ ശ്രമിക്കുന്നതായും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരിൽ ഒരാൾ ഷിൻ ബെറ്റ് മേധാവി റോണൻ ബറാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബാറിൻ്റെ അതൃപ്തിക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. 1.5 വർഷക്കാലം ഹമാസുമായി ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ചർച്ചാ സംഘത്തെ നയിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചർച്ചകൾ സ്തംഭിച്ചപ്പോൾ തന്നെ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്വന്തം നിലയ്ക്ക് നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് കണ്ടറിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ പലതവണ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ സൂചനയായ ഖത്തർ ഗേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബാർ തന്നെയായിരുന്നു. കഴിവില്ലായ്മയുടെ മറവിൽ ബാറിനെ വേഗത്തിൽ നീക്കം ചെയ്യാനുള്ള നെതന്യാഹുവിൻ്റെ ശ്രമങ്ങൾ പക്ഷേ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്.
പ്രധാനമന്ത്രി അന്വേഷണത്തെ തടസ്സപ്പെടുത്തുവാനും അഴിമതി മറച്ചുവെക്കാനും ശ്രമിക്കുകയാണെന്ന സംശയം അന്നു മുതൽ തുടങ്ങിയതാണ്. ഇത് ബാറിന്റെ പിന്തുണയിൽ പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമായിരുന്നു പിന്നീട്. ഇസ്രായേൽ സർക്കാർ രാജ്യങ്ങളുടെയും പുനഃസംഘടനകളുടെയും ഒരു തരംഗത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിച്ചുലച്ചുകൊണ്ട് പുതിയ ആരോപണവും വന്നിരിക്കുന്നത്. മാർച്ച് 19 തീവ്ര വലതുപക്ഷ നേതാവ് ഇറ്റാമർ ബെൻഗ്വിർ വീണ്ടും മന്ത്രിസഭയിൽ ചേരുന്നുണ്ടായിരുന്നു. 21 മന്ത്രിമാർ മനസ്സോടെ ബാറിന്റെ പിരിച്ചുവിടൽ അംഗീകരിക്കുകയും അധികാരം ഏകീകരിക്കുവാനും പ്രതിപക്ഷത്തെ മാറ്റി നിർത്താനുമുള്ള നെതന്യാഹുവിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു അതെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇത്തവണ പ്രധാനമന്ത്രിയുടെ പതിവ് തന്ത്രങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ബാറിന്റെ വിടവാങ്ങൽ പുതിയ സങ്കീർണതയ്ക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ഗാസ ചർച്ചകളിൽ ഇസ്രായേലിന്റെ പ്രതിനിധി സംഘത്തെ നയിച്ചതിന്റെ പ്രധാന പങ്ക് വഹിച്ചതിനാൽ സൈനിക രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ ബാർ തന്റെ എതിരാളികളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഉന്നതരായ പലസ്തീൻ പോരാളികളെ ഇല്ലാതാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വിജയങ്ങളും അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തിക്കൊടുത്തിട്ടുണ്ട്. എങ്കിലും നെതന്യാഹുവുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഏറ്റുമുട്ടൽ ഒടുവിൽ അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് വഴിയൊരുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി അഴിമതി ഇടപാടുകൾ നടത്തിയെന്നും ഖത്തർ ഗേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന രഹസ്യരേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കിയെന്നും ബാർ ആരോപിച്ചിട്ടുണ്ട്. നെതന്യാഹു ഇതിനെ വ്യക്തിപരമായ അപമാനമായി കണക്കാക്കുകയും ബാറിനെ പുറത്താക്കാൻ തന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിക്കുകയും ചെയ്തു. ഗാസ ചർച്ചകളുടെയും കൗണ്ടർ ഇന്റലിജൻസിന്റെ പെട്ടെന്നുള്ള ശിരച്ഛേദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇത് ഹമാസിന് ഒരു തന്ത്രപരമായ നേട്ടം കൂടിയായി മാറിയിരിക്കുകയാണ്. നെതന്യാഹുവും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തവും ബാറിന്റെ ഡെപ്യൂട്ടികളെ അവിശ്വസിക്കുന്നുണ്ടെങ്കിലും പുറത്താക്കപ്പെട്ട ഡയറക്ടർമാരെയും പ്രത്യയശാസ്ത്രപരമായി യോജിക്കുന്നവരാണെന്നാണ് പറയുന്നത്. ഷിൻബെറ്റിന്റെ മുഴുവൻ നേതൃത്വവും പലസ്തീൻ പ്രവർത്തനങ്ങളിലെ പരാജയങ്ങളാലും ചാരവൃത്തി അഴിമതികളുടെ ഒരു പരമ്പരയാലും കളങ്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത്. സ്ഥിതി കൂടുതൽ സങ്കീർണമാണെന്നും വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട്. 2025 ജനുവരിയിൽ നെതന്യാഹുവിന്റെ സഖ്യം വിട്ട ബെൻഗ്വിർ ഗാസയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതോടെ സർക്കാരിൽ വീണ്ടും ചേർന്നിരിക്കുകയാണ്. ഇതിനായി ബെൻഗ്വിറിന്റെ പുനർനിയമനം അംഗീകരിക്കാനാവില്ലെന്ന് എതിർത്ത ഇസ്രായേലിന്റെ അറ്റോർണി ജനറലിനെ തന്നെ നെതന്യാഹു പുറത്താക്കുന്ന കാഴ്ചയും കണ്ടതാണ്. തിരിച്ചെത്തിയ ബെൻഗ്വിർ ആകട്ടെ നെതന്യാഹുവിന്റെ അനുസരണയുള്ള കൂട്ടാളിയായി സർക്കാരിന്റെ നിലവിലെ തന്ത്രത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. ഹമാസിനെതിരായ ആക്രമണം പുനരാരംഭിക്കാനുള്ള തീരുമാനത്തെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെൻഗ്വിറിനെ ബാറിനെതിരെ മത്സരിപ്പിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ തന്ത്രം നെതന്യാഹുവിന്റെ സൂക്ഷ്മ പരിശോധനയെ വഴിതിരിച്ചുവിടാനും വിമർശനങ്ങളെ ബാറിനെതിരെ തിരിച്ചുവിടാനും ആണ് സാഹചര്യമൊരുക്കിയത്. ഇത് മുൻകൂട്ടി കൊണ്ടുതന്നെയായിരുന്നു ഇത്തരം നീക്കങ്ങൾ നെതന്യാഹുവും നടത്തിയത്. ബെൻഗ്വിറിന്റെ ഓട്സ്മ യഹൂദിറ്റ് പാർട്ടി പ്രതിനിധീകരിക്കുന്ന തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സർക്കാർ ഐക്യം പ്രകടിപ്പിക്കുകയും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവോടെ സഖ്യം സ്ഥിരത കൈവരിച്ചുവെന്നാണ് പറയുന്നത്. ബെൻഗ്വിറിന്റെ പാർട്ടിയുടെ 6 സീറ്റുകളുടെ സ്വാധീനം നിയമസാധുതയെ അപകടപ്പെടുത്താതെ ജനപ്രീതിയില്ലാത്ത തീരുമാനങ്ങൾ സാധ്യമാക്കാൻ നെതന്യാഹുവിന് വളമൊരുക്കിയിട്ടുണ്ട്. ബാർ അനുകൂല പ്രതിഷേധങ്ങളെ ഒരു തരത്തിലും ചൂഷണം ചെയ്യുന്ന പ്രതിപക്ഷം നെതന്യാഹുവിനെ കൂടുതൽ തലവേദനയിലാക്കുന്നുവെന്നാണ് പറയുന്നത്. ഔദ്യോഗികമായി രാജിവെച്ചെങ്കിലും പ്രവർത്തനപരമായ ആവശ്യകത ചൂണ്ടിക്കാട്ടി ഗാസയിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നതുവരെ ബാർ സ്ഥാനത്ത് തുടരും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് പക്ഷേ ആത്യന്തികമായി നെതന്യാഹുവിന്റെ രാഷ്ട്രീയ അന്ത്യത്തിന് തുടക്കമായി തന്നെ മാറാനാണ് സാധ്യത. കാരണം ഖത്തർ ഗേറ്റ് അഴിമതിയുടെ വേരുകൾ നീളുന്തോറും നെതന്യാഹുവിന് ഭീഷണി അധികമായും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തർ ഗേറ്റ് അഴിമതിയിലെ പ്രധാന കേന്ദ്രം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണെന്നാണ് ബാറും ജനങ്ങളും ആരോപിക്കുന്നത്. നിയമ നടപടിയിലേക്ക് കൂടുതൽ കടക്കേണ്ടി വന്നാൽ നെതന്യാഹു തന്നെ ജയിലിലായേക്കുന്ന അവസ്ഥയും ഉടലെടുത്തിരിക്കുകയാണ്.